ബാഗ് എടുത്തു. നേരെ ഞാൻ പട്ടായ പോകാനുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് പട്ടായ പോകാനായിട്ട് ബസ് സ്റ്റാൻഡുകളുണ്ട്. അതിൽ ഞാൻ പോയത് എന്തായിരുന്നു അതിൻ്റെ പേര്, ഈ MBK കഴിഞ്ഞിട്ടൊക്കെ ഒരു ബസ് സ്റ്റേഷനുണ്ട് പട്ടായയ്ക്ക് പോകുന്നത്. MRTയുടെ സ്റ്റേഷൻ എമക്കല അങ്ങനെ എന്താണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടെ നിന്ന് നമുക്ക് കൗസൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. അപ്പം ഞാൻ വീണ്ടും ആപ്പിൽ നോക്കി. അപ്പോൾ ബസ് ആപ്പിൽ ബസ്സിൻ്റെ നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ബസ്സിൽ കയറി 2 ബസ് മാറി കയറി സുഖമായിട്ട് എത്തി. കുറച്ച് സമയമെടുത്തു എങ്കിലും ബസ് കുഴപ്പമില്ലാണ്ട് പോയി. എപ്പോഴും നമുക്ക് MRT ലൈൻ എത്തിക്കഴിഞ്ഞാൽ MRTയിലേക്ക് മാറുകയാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്പീഡിലെത്താൻ പറ്റും. ബസ്സിൽ കുറച്ച് പൈസ കുറവാണെങ്കിലും മറ്റേതായിരിക്കും ഇത്രയും സ്പീഡായിട്ട് എത്തുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു 9:45 ആയപ്പോഴേക്കും ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി. ഞാൻ 8 മണിക്ക് ഇറങ്ങി, 9:45 ആകുമ്പോഴേക്കും 10 മണിക്ക് മുമ്പായിട്ട് എത്തി. അപ്പോൾ 10:30 ബസ് കിട്ടി. അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. 150 ബാത്ത് വന്നുള്ളൂ പട്ടായ ടു ബാങ്കോക്ക് ടു പട്ടായ. മറ്റേ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ട്, 250 ഒക്കെ വരും. പക്ഷേ ഇത് 150 AC നല്ല ബസ്സാണ്, സിംഗിൾ ബസ്. നമ്മൾ 2.5 hour ജേർണി വരുന്നുള്ളൂ. അപ്പോൾ അതിൽ പോയി. അപ്പം ഞാൻ ബസ്സിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ബസ് വന്നു, അതിൽ കയറി പോയി. അപ്പോൾ നമ്മൾ പട്ടായയിലെത്തി. പട്ടായയിൽ ഈ ബസ് പരിപാടിയില്ല പട്ടായയിൽ. അവിടെ ഈ ടാക്സി പോലത്തെ അതായത് ഓപ്പൺ ടാക്സി, നമ്മുടെ ഈ കാരേജ് വെഹിക്കിളിൻ്റെ പിന്നിൽ ഇങ്ങനെ കമ്പി കെട്ടിയുള്ള ഒരു വണ്ടികളാണുള്ളത്. ടാക്സി പോലത്തെ ഉള്ളത്, ടുക് ടുക് എന്നല്ല പറയുന്നത്, അതിന് വേറെ ഒരു പേരുണ്ട്. അപ്പോൾ ആ ടാക്സിയിൽ കയറി പോവാം. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് നമുക്കത് എക്സ്പ്ലോർ ചെയ്തിട്ട് പരിചയമില്ല. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവർ 50 ബാത്തിനാണ് ഈ പട്ടായ ബീച്ച് റോഡിലേക്കുള്ള ഇതിൽ ഷെയർഡായിട്ട് പോകുന്നത്. അത് റേറ്റ് കൂടുതലാണ് എനിവേ, പക്ഷേ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവർ ആ റേറ്റിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ കയറിയിരുന്നു, ഫൈൻ. അതല്ലാന്നുണ്ടെങ്കിൽ മെയിൻ റോഡിൽ ചെന്ന് കഴിഞ്ഞ് ഇതേപോലത്തെ വണ്ടികൾ തന്നെ പോകുന്നുണ്ടാവും. അത് ബീച്ച് റോഡിലേക്ക് 10 ബാത്ത് കൊടുത്താൽ മതി, അങ്ങനെയാണ്. പക്ഷെ നമ്മളത് ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് അധികം എക്സ്പ്ലോർ ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ തന്നെ കയറിപ്പോയി. അപ്പോൾ നമ്മൾ ബീച്ച് റോഡ് ഇറങ്ങി ആദ്യം ഹോട്ടലിൽ ചെന്ന് ചെക്ക് ചെയ്യും. പട്ടായയിൽ എപ്പോഴും റൂം എടുക്കേണ്ടത് ബീച്ച് റോഡിൽ തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. അതായത് നൈറ്റ് സ്ട്രീറ്റിനൊക്കെ അടുത്തായിട്ട് അല്ലെങ്കിൽ ബീച്ച് റോഡിൽ തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസൺ സംതിങ് ഹോട്ടലാണ്. അത് നല്ല ബെഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അഗോഡയിൽ നമ്മൾ യൂസർ റേറ്റിംഗ് കൂടുതലുള്ളതും ചീപ്പായിട്ടുള്ളതും 1000 റേറ്റിംഗ് റുപ്പീസിൻ്റെ താഴെയുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹോട്ടൽസ് റേറ്റിംഗ് ഉള്ളത് കിട്ടും. അപ്പോൾ അതിലെല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. ശരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. കോഫി ഏരിയ, അയണിങ് ടേബിൾ, അങ്ങനത്തെ എക്സ്പ്ലോർ ചെയ്യാൻ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇരുന്നാൽ തന്നെ, മുകളിലിരുന്നാൽ തന്നെ ബീച്ച് മൊത്തം കാണാം. അത് നല്ലൊരു വ്യൂ ആയിരുന്നു നൈറ്റൊക്കെ. അപ്പോൾ ഹോട്ടലിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു നമുക്ക്. അപ്പോൾ ഞാൻ റൂമിൽ ചെന്നു, ചെക്ക് ഇൻ ചെയ്തു. ഒരു 300 ബാത്ത് സെക്യൂരിറ്റി മേടിച്ച് വെച്ചു ഒരു എന്തോ വട്ടവർ. ഞാൻ ഓക്കെ പറഞ്ഞു, ഫൈൻ. അത് കഴിഞ്ഞ് അത് തിരിച്ച് വരുമ്പോൾ തന്നു. റൂമിൽ കയറി ബാഗ് വെച്ചു, ഇറങ്ങി. പിന്നെ നമുക്ക് ഉള്ളത് ഹാഫ് ഡേ ആണ്. ഹാഫ് ഡേയിൽ പട്ടായയിൽ ഫസ്റ്റ് ഹാഫ് ഡേ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ നോക്കുമ്പോൾ നോർത്ത് പട്ടായയിൽ നല്ല ടെമ്പിൾ ഉണ്ടല്ലോ, ആ ടെമ്പിളിൻ്റെ പേരെന്തായിരുന്നു, സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അത് നല്ലൊരു ആർക്കിടെക്ചറാണ്. 500 ബാത്താണ് വരുന്നത്. അത് നമ്മളിതേപോലെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കുറവുണ്ട്. ചെറിയ ചുമയുണ്ട് പോയി വന്നതിന് ശേഷം, കാരണം നല്ല ചൂടായിരുന്നു. അപ്പോൾ അത് കാണാവുന്നതാണ്. പിന്നെ അവിടെ മിനി സയാം, മാജിക്കൽ ഐസ് ഓഫ് സയാം എന്നൊക്കെ പറഞ്ഞ സാധനം, അതൊന്നും ഞാൻ പോയില്ല കാരണം സമയമില്ല. സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാൻ പോയി. നല്ലൊരു അടിപൊളി സംഭവം തന്നെയായിരുന്നു. അതിൽ വെയിലുള്ള സൈഡിൽ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. അവിടെ എത്താനും ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇല്ല, നമുക്ക് ബൈക്ക് ടാക്സി അല്ലെങ്കിൽ ടാക്സി ഡിപ്പെൻഡ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നോർത്ത് ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അപ്പോൾ ബസ് സ്റ്റാൻഡ് വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ 10 ബാത്തിന് നമുക്ക് ഇതിൽ പോകാൻ പറ്റും, ടാക്സി, ഓപ്പൺ ടാക്സിയിൽ. അപ്പോൾ ഷെയർ ടാക്സിയിൽ. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണമെങ്കിൽ ബൈക്ക് ടാക്സി വിളിക്കാൻ പറ്റും. അത് കുഴപ്പമൊന്നും. ഈ ബീച്ച് റോഡിൻ്റെ എന്ന് വെച്ചാൽ ഒരു 1 വേ ആണത്. ഒരു സൈഡിൽ കൂടെ 1 വേ ബീച്ച് സൈഡിലേക്ക് പോവും. അത് കഴിഞ്ഞ് അത് റൗണ്ട് ചെയ്ത് തിരിച്ച് നൈറ്റ് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ റൗണ്ട് ചെയ്ത് വന്ന് അത് തിരിച്ച് വീണ്ടും ഇതൊരു റൗണ്ട് ചെയ്ത് 1 വേ ആണ്. അപ്പോൾ ഇതിനിടയിൽ മുഴുവൻ സ്ട്രീറ്റുകളുണ്ട്. അവിടെ മുഴുവൻ ഈ ബാറുകളും കാര്യങ്ങളും മസാജ് സെൻറ്റേഴ്സും ഫുഡ് സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മാളുകളുണ്ട്, സെൻട്രലുണ്ട്, പട്ടായ സെൻട്രൽ മാളുണ്ട്, ടെർമിനൽ 21 മാൾസ് ഉണ്ട്. അവിടെയൊക്കെ കയറാം, നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ബിലീവ് ഇറ്റ് നോട്ട് മറ്റൊരു പ്ലീസിൻ്റെ, അപ്പോൾ അങ്ങനത്തെ കുറേ മാളുകളൊക്കെ ഉണ്ട്, കയറി ഇറങ്ങാവുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്.
അപ്പോൾ അത് ഇപ്പോൾ ഈ ടെമ്പിൾ പോയി കണ്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് സമയം അപ്പോഴും ഈ പറഞ്ഞ പോലെ തിരിച്ചു വന്നപ്പോൾ ഒരു 7 o'clock അടുത്തായി. പിന്നെ നൈറ്റ് ലൈഫിനുള്ള ടൈം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പട്ടായയിലത്തെ നൈറ്റ് ലൈഫും കാര്യങ്ങളും വാക്കിംഗ് സ്ട്രീറ്റൊക്കെ ഒന്ന് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ ഇതിൽ 2 തരം ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്ന്, ഒരു ദിവസം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോസ്, ഈ വാക്കിംഗ് സ്ട്രീറ്റിലെ ഷോസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാം, അല്ലെങ്കിൽ ബിയർ അടിച്ച് ഇരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അവിടെ 1 shot റൂംസുകൾ കിട്ടും 1 hour. അപ്പോൾ നമുക്ക് അവിടെ ഇഷ്ടംപോലെ പെൺകുട്ടികൾ ഇങ്ങനെ നേരം നിൽക്കുന്നുണ്ടായിരിക്കും. പല കൺട്രീസിൽ നിന്നും തായ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാം, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാവുന്നതാണ്. അവിടെ റൂംസ് അവൈലബിൾ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേഴ്സാണ്. അതായത് നമ്മളിപ്പോൾ 2 എണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം പേഴ്സ് അടിച്ച് മാറ്റാൻ പറ്റും. ഒരു അടുത്ത് നമ്മളെ അടുത്ത് വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ പേഴ്സ് പോകും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ പേഴ്സിൽ വയ്ക്കാണ്ടിരിക്കുക. നമുക്ക് ഇപ്പോൾ ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ദിവസത്തിന് വേണ്ടിയുള്ള പൈസ മാത്രം വയ്ക്കുക. അതൊരു 1500 ബാത്ത് മാത്രമേ കയ്യിൽ വയ്ക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പോയി കഴിഞ്ഞാൽ അത്രേ പോവുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പേഴ്സ് എപ്പോഴും ഫ്രണ്ടിൽ പോക്കറ്റിൽ വയ്ക്കുക, അല്ലെങ്കിൽ ബാക്കിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ടൺസ് ഇട്ട് വയ്ക്കുക. കാരണം നമ്മൾ 2 എണ്ണം കഴിച്ചിട്ട് നമ്മൾ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ശ്രദ്ധ പോകും. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അവരാണെങ്കിൽ പോക്കറ്റ് അടിക്കാൻ വളരെ മിടുക്കന്മാരാണ്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ്. പിന്നെയുള്ളത് അപ്പോൾ അതാണ് നൈറ്റ് ലൈഫ്. പിറ്റത്തെ ദിവസം ഞാൻ എക്സ്പ്ലോർ ചെയ്തത് കോറൽ ഐലൻഡ്സ് ആണ്. കോറൽ ഐലൻഡ്സിലേക്ക് ഈ പറഞ്ഞ പോലെ ബീച്ച് റോഡിൽ നിന്ന് നടക്കാവുന്ന ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെറി ഉണ്ട്. ഫെറിയിലേക്ക് നടക്കാവുന്ന ദൂരമാണ്. ഒരു കഷ്ടി 1.5 കിലോമീറ്റർ കൊണ്ടുണ്ട്. അത്രയേ ഉള്ളൂ. 1 കിലോമീറ്റർ 1.2 സംതിങ്. അപ്പോൾ ഞാനത് കാലത്ത് തന്നെ എണീറ്റു 8 മണി. കാരണം നൈറ്റ് നമ്മൾ ലേറ്റായിട്ട് കിടക്കുന്നത്, ഓഫ് കോഴ്സ് അത് 3 o'clock ആയാലും 2 o'clock ആയാലും നൈറ്റ് സ്ട്രീറ്റും കാര്യങ്ങളും അത്രയും മിസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോൾ നമ്മൾ കിടക്കുമ്പോൾ 2 മണി കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് എണീറ്റ് ഞാൻ എന്നാലും ഒരു 8 മണി 8:45 8:30 കഴിഞ്ഞപ്പോഴേക്കും എണീറ്റു. അപ്പോൾ റെഡിയായി. അപ്പോൾ തന്നെ വേഗം നമുക്ക് വേറെ ഡിലേ ഒന്നുമില്ലല്ലോ. നേരെ ഫ്രഷപ്പായി ഡ്രസ്സ് ചെയ്തു നടന്നു. അപ്പോൾ ഫെറി ഉണ്ട്. ഫെറീസ് ഒരു 1.2 kilometers ഉണ്ട്. അപ്പോൾ അവിടേക്ക് ചെന്നു. അത് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട് നടന്നാൽ അപ്പുറത്തേക്ക് അങ്ങോട്ട് നടന്ന് എത്താൻ വേണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഫെറീസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫെറി ടിക്കറ്റ് അങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴും ഫെറിയിൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഫെറീസ് ഇഷ്ടം പോലെ ഉണ്ട്. കുറേ ബോട്ടുകൾ ആ സമയത്ത് എല്ലാവരും അങ്ങോട്ട് പോകുന്ന സമയമാണല്ലോ. അപ്പോൾ നമുക്ക് ഡിലേ ഇല്ല. തിരിച്ച് വരുമ്പോഴായിരിക്കും നമുക്ക് ഫെറി കിട്ടാൻ സമയം നോക്കി നിൽക്കേണ്ടി വരിക. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫെറി പോയി അടുത്ത ഫെറി അങ്ങനെ ഫെറി കിടക്കാനായിട്ട് ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കപ്പലുകളാണ്. അതായത് അത്യാവശ്യം അടിയിലും താഴെ ഇരിക്കാവുന്ന രീതിയിലുള്ള വലിയ കപ്പാസിറ്റിയുള്ള ബോട്ടുകൾ, വലിയ ഇതാണ്. അപ്പോൾ അത് വലിയ റേറ്റ് വരുന്നില്ല, 30 ബാത്ത് കൊണ്ട് വരുന്നുള്ളൂ. പിന്നെ സ്പീഡ് ബോട്ടും അവൈലബിൾ ആണ്. 150 to 200 ബാത്തിനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആ വൺ സൈഡ് ഞാൻ വലിയ ഷിപ്പ് പോലെയുള്ള ഇതിലും ഫെറി കടന്നു. അത് കഷ്ടി സമയമെടുക്കും. ഒരു അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ ഒരു 1 hour എന്തായാലും ഫെറി അങ്ങനെ ഇരുന്ന് പോവാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്. അപ്പോൾ പറഞ്ഞു നിർത്തിയത് കോറൽ ഐലൻഡിൽ എത്തി. കോറൽ ഐലൻഡിൽ ആദ്യം തന്നെ സൈഡിൽ ഒരു ചെറിയ ബീച്ചുണ്ട്. അത് ആദ്യം എക്സ്പ്ലോർ ചെയ്തു. കുറേ സ്റ്റെപ്സൊക്കെ ആയിട്ട് വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല രസമാണ് അതൊക്കെ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ മെയിൻ ബീച്ച് അപ്പുറത്ത് വേറെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ ഐലൻഡുകൾ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഇതെല്ലാം സെയിം എല്ലാ സൈഡിലും ബീച്ച് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ടാക്സികളും അല്ലെങ്കിൽ ബൈക്ക് ടാക്സികളൊക്കെ ഉണ്ട്. അതിൻ്റെ ആവശ്യമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വാട്ടർ സ്പോർട്സ് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ പല പാക്കേജുകളുണ്ട്. പാരഷൂട്ട് ഉണ്ട്, സർഫിംഗ് ഉണ്ട്, പിന്നെ പറഞ്ഞ പോലെ സ്കൂബ ഡൈവിങ് അല്ലെങ്കിൽ അപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 2-3 സെലക്ട് ചെയ്തു. ഒന്ന് ബനാന റൈഡ്, പിന്നെ ഒന്ന് സ്നോർക്ലിങ്, പിന്നെ ഒന്ന് മറ്റേ സ്പീഡ് ബൈക്ക്. ഈ 3 പാരഷൂട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാലും എനിക്കത് അത്ര ഒരു കോൺഫിഡൻസോ വട്ടവർ വന്നില്ല, അതുകൊണ്ട് ചെയ്തില്ല. പക്ഷേ ബൈക്കും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ അതിന് ഓരോന്നിനും പ്രത്യേക റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി ഞാനൊരു 800 ബാത്തിന് പറഞ്ഞു. ഒരു 1200 പറഞ്ഞു. അവസാനം 800 അവർ സമ്മതിച്ചു 3 റൈഡ്. അപ്പോൾ അത് 3 നന്നായി ചെയ്തു. സ്നോർക്കലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അത്യാവശ്യം സ്വിമ്മിങ് പൂൾ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. കാരണം വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നാലും ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ തല താഴ്ത്തി ഫ്ലോട്ട് ചെയ്യാനുള്ള ധൈര്യം ഉള്ളാത്തവർക്കാണ് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ തിരിച്ചു എന്നോട് ചോദിച്ചെങ്കിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യം ഒന്നും ഞങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്തു വെള്ളത്തിലൊന്ന് ഫ്ലോട്ട് ചെയ്ത്. കാരണം ഈ സാധനങ്ങളും മുഖത്തും ഒക്കെ വെച്ച്
നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫ്ലോട്ടിങ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു കയറ് തന്നിട്ട് നമ്മളോട് പറയാണ് കമന്ന് കിടന്നോളാം. നമ്മൾ എന്ത് ധൈര്യത്തിലാണ്, കാരണം ആഴമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് പ്രശ്നമുള്ളൂ. പക്ഷേ അത് നമ്മൾ സ്വിമ്മിംഗ് പൂൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കയറുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് നോക്കി സൈലൻ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റും. കോറൽസ് ഉണ്ട്, മീനുകൾ പല സ്പോട്ടഡ് ആയിട്ടുള്ളതും ഇതുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടമാനം മീനുകളും ഉണ്ടായിരുന്നു. എനിക്കത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനത് ശരിക്കും ഒരു 1 ഹവറിൻ്റെ അടുത്ത് തന്നെ ഞാനത് മുതലാക്കിയിട്ടുണ്ട്. അത് നല്ല ഇതായിരുന്നു. അതായത് നമ്മളതിൽ കാര്യം ശ്രദ്ധിക്കണം, ആ സാധനം മുഖത്ത് വയ്ക്കുമ്പോൾ നമ്മൾ മൂക്കിക്കൂടെ ഒരിക്കലും ശ്വാസം എടുക്കാൻ ശ്രമിക്കരുത്. വായക്കൂടെ തന്നെ അതിൻ്റെ ഉള്ളിൽ, അപ്പോൾ അതിലേക്ക് വെള്ളം കിടക്കാണ്ട് ക്ലോസ് ചെയ്തിട്ട് വായക്കൂടെ ശ്വാസം പിടിക്കാൻ അത് അതിൻ്റെ ഒരു നാക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്. കാരണം വായക്കൂടെ സുഖമായി നമുക്ക് ബ്രീത്ത് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, വെള്ളം കയറത്തില്ല. മൂക്കിക്കൂടെ നമ്മൾ വലിക്കാണ്ടിരിക്കുക, അപ്പോഴാണ് വെള്ളം അകത്തേക്ക് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത് എന്നാലും എനിക്ക് കുറച്ച് വെള്ളമൊക്കെ വന്നിരുന്നു തുടക്കത്തിൽ. അങ്ങനെയാണ് എനിക്ക് തൊണ്ട ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ ആയത്. കാരണം ഈ ഉപ്പ് വെള്ളമാണല്ലോ കിടക്കുന്നത്. അപ്പോൾ എന്നാലും അത് കുഴപ്പമുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സ്നോർക്കലിങ്ങും. ഞാനത് 1 ഹവർ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഈ പറഞ്ഞ പോലെ ബനാന റൈഡും ബൈക്ക് റൈഡൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ബീച്ചിൽ നിന്ന് മറ്ററ്റത്തേക്ക് നടന്നു. കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. കുറച്ച് നേരം അവിടെ ഒരു ടേബിളുണ്ട്, അവിടെ കിടന്ന് കാണാം. അപ്പോൾ തന്നെ ഞാനൊരു ഉച്ചയ്ക്ക് ഞാൻ തിരിച്ചു പോരെന്നുള്ള ഐഡിയ തന്നെയാണ്. അപ്പോഴേക്കൊരു 1 o'clock ആവാറായി. കുറച്ച് നേരം ബീച്ചിലും വെള്ളത്തിലൊക്കെ കിടന്നു, അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് പോകണമെങ്കിൽ ഫെറി തിരിച്ച് നടക്കണം. അതായത് ഞാനൊരു ബീച്ചിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഫെറിയിൽ വന്ന് ഇറങ്ങും. എന്നിട്ട് അവിടുത്തെ ബീച്ചുകൾ എക്സ്പ്ലോർ ചെയ്ത് നടന്ന് ഇപ്പുറത്തെത്തും. നമ്മൾ ഒരു റാ ഷേപ്പാണ്. അപ്പോൾ അതിനപ്പുറത്ത് എത്തിക്കഴിഞ്ഞ് തിരിച്ച് ഫെറിയുടെ അവിടേക്ക് നടക്കാൻ വീണ്ടും ഒരു ഹാഫ് ആൻ അവർ നടക്കേണ്ടി വരും. അപ്പോൾ അതിൽ നല്ലത് അവിടെ നിന്ന് സ്പീഡ് ബോട്ട് ഉണ്ട്. അപ്പോൾ ഈ ടീമുകളായിട്ട് ടൂറുകൾ വരുന്ന ആൾക്കാരുടെ വന്ന് തുടങ്ങുന്ന നേരമാണ് 12:30 നേരത്തെ. അപ്പോൾ നമുക്ക് തിരിച്ച് ഇവരുടെ ബോട്ടുകൾ പോകും, ഇവരെ പിക്ക് ചെയ്യാൻ രണ്ടാമത്തെ ടീമിനെ. അപ്പോൾ ഇതിൽ കയറി പോകാം, അല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ച് പോകുന്നവരുടെ ഉണ്ടാവും, ടൂർ പാക്കേജുകളുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മൾ സിംഗിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 150 പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ കയറി പോകാം. അങ്ങനെ ഞാൻ അതിൽ കയറി പോകുന്നു. അപ്പോൾ നമ്മൾ സുഖമായിട്ടൊരു 2 മണിയാകുമ്പോഴേക്കും തിരിച്ച് റൂമിലെത്തി. അപ്പോൾ റൂമിൽ ചെന്ന് ഞാൻ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഇത് ചെയ്തു. പക്ഷെ അവിടെ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെയാണ് കൈക്കൊക്കെ ചെറിയ ഈ പറഞ്ഞ പോലെ സൺ ടാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കോറൽ ഐലൻഡ്. ഫൈൻ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ പട്ടായയിൽ ഹാഫ് ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഡേ ഹാഫ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ഈവനിങ് ആണ്. അപ്പോൾ നമ്മളിനി അവിടെ ഒരു മെയിനായിട്ടുള്ളൊരു നോൺ ട്രോപ്പിക്കൽ ഗാർഡൻ ഉണ്ട്. അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. കുറേ ഡൈനോസോഴ്സിൻ്റെ ഒറിജിനൽ സൈസും വെച്ചിട്ടുള്ള വലിയൊരു നല്ലൊരു സെറ്റപ്പാണ്. അതിന് നല്ല ടിക്കറ്റ് റേറ്റ് ഉണ്ട്. അത് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത് നല്ലത്. ഓൺലൈൻ നമ്മൾ ബുക്ക് ചെയ്തതിന് 700 ഭാഗത്തൊക്കെ വരും. അപ്പോൾ ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് 350 സംതിങ് അങ്ങോട്ട് വന്നുള്ളൂ. അപ്പോൾ അതെപ്പോഴും ഓൺലൈൻ നമ്മൾ നോക്കുക, അപ്പോൾ തന്നെ നോക്കിയാൽ നമുക്ക് ഓൺലൈൻ കിട്ടും. അപ്പോൾ നമുക്കത് OTP നമ്മുടെ കയ്യിൽ വരും, മൊബൈലിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ റുപ്പീസിലാണ് ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാഷിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ അത് ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ OTP വന്നു, ഞാനതപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു. അതിൽ ബസ്സിലിരുന്ന് എക്സ്പ്ലോർ ചെയ്തു. ഓരോ സ്ഥലത്തും നിർത്തും. അപ്പോൾ നമ്മളത് അവിടെ മുഴുവൻ നമുക്ക് കുറച്ച് നടന്ന് കാണാവുന്നതാണ്. അത്യാവശ്യം ഏരിയ ഉണ്ട്, ബസ് പോയിന് നല്ലത്. എന്നിട്ട് ഓരോ സ്ഥലത്ത് ഇറങ്ങി ആ ബസ്സിലാണ് പോകുന്നതിൽ അടുത്ത ബസ്സുകൾ വരും. അപ്പോൾ അതിൽ കയറി പോകാം. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. ഒരു ഹാഫ് ഡേ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാം. സമയമെടുത്ത് തന്നെ ചെയ്യാവുന്നതാണ്. കാരണം അങ്ങനെ സമയമെടുത്ത് ചെയ്താൽ തന്നെ കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ 2-3 പിന്നെ ഗാർഡൻ ടൈപ്പ് ഉണ്ട്, ഡൈനോസർ പാർക്ക് ഉണ്ട്, അങ്ങനെ 3-4 വെറൈറ്റീസ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം പോയി കഴിയുന്നതന്നെ നല്ലത്. കാരണം അപ്പോൾ തീരെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല സൗകര്യമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് യാത്രയാണ് ബുദ്ധിമുട്ട്. അവിടേക്ക് വഴിയുണ്ട്. അപ്പോൾ നമുക്ക് വേറെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബൈക്ക് ടാക്സീൻ്റെ ബുക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബൈക്ക് ടാക്സി എന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു എത്രയായിരുന്നു 200 ബാത്തിൻ്റെ അടുത്ത് ബൈക്ക് ടാക്സി പിന്നെ ഉണ്ട്. നല്ല 40 കിലോമീറ്ററോളം യാത്രയുണ്ട്. ഫൈൻ. പിന്നെ അത് പോണ വഴിക്കാണ് നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട് ഒരു പട്ടായലത്തെ. പിന്നെ ഉള്ളത് അവിടെ ഒരു ടൈഗർ ഇതുണ്ട്, പിന്നെ വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയില്ല. ഫ്ലോട്ടിംഗ് മാർക്കറ്റൊന്നും പട്ടായയിൽ കാണേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ടിക്കറ്റ് തന്നെ 200 അതുകൊണ്ട് ഞാൻ പുറത്തു നിന്നൊന്നും കണ്ടു പോകുന്നു. അത് മാത്രമല്ല ഈവനിങ് ആയി, ഹാഫ് ആൻ അവറിൽ ക്ലോസ് ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ കാണാൻ മാത്രം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ബാങ്കോക്കിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാതിരിക്കും നല്ലത്. അതായത് ബാങ്കോക്കിൽ മറ്റേ ട്രെയിൻ ഫ്ലീ മാർക്കറ്റ് ഉണ്ടല്ലോ, ട്രെയിൻ വരുമ്പോൾ മാർക്കറ്റ് സൈഡിലേക്ക് മാറ്റി ട്രെയിൻ പോകുമ്പോൾ തിരിച്ച് വയ്ക്കുന്നത്. അത് അവിടുന്ന് ബാങ്കോക്കിൽ നിന്ന് 80 കിലോമീറ്റേഴ്സ് അകലെയാണ്. അതിൻ്റെ അടുത്ത്
അംഫാമ ഡാം മോൺ ഷോപ്പ് എന്നോ എന്നാണ്ടൊക്കെ പറഞ്ഞ് 2 ഫ്ലോട്ടിംഗ് മാർക്കുണ്ട്. അത് ഭയങ്കര ബിഗാണ്. അത് ഞാനൊരു 1 ഡേ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. കാരണം 80 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട് ഈ ട്രെയിൻ പോകുന്നതും. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അത് 1 ഡേ വെച്ചിരുന്നതാണ്, പക്ഷേ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. അത് ഇത്തിരി ദൂരമുണ്ട്. അപ്പോൾ സെക്കൻഡ് ഡേയിൽ അപ്പോൾ നമ്മൾ പട്ടായയിൽ ഈ പറഞ്ഞ ട്രോപ്പിക്കൽ ഗാർഡനാണ് കാണാൻ പോയത്. അത് നല്ല രസമായിരുന്നു. കുറേ ഡൈനോസേഴ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഈ പറഞ്ഞ പോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ മുമ്പിലൊന്ന് ഇറങ്ങി ടൈഗർ പാർക്കിൻ്റെ അടുത്ത്. അത് അത്ര കാണാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും 2ാമത് ബൈക്ക് ബുക്ക് ചെയ്ത് തിരിച്ച് നൈറ്റ് ലൈഫ് പട്ടായ നൈറ്റിലെത്തി. അപ്പോൾ പിന്നീട് ടെർമിനൽ 21 എന്ന് പറഞ്ഞിട്ടൊരു പട്ടായയിൽ ഉണ്ട്. അതൊരു നല്ലൊരു ഇതാണ്. അവിടുത്തെ ഏറ്റവും മുകളിലത്തെ ഫുഡ് കോർട്ട് അടിപൊളി ഫുഡ് കോർട്ടാണ്. നല്ല അടിപൊളി നല്ല ക്വാണ്ടിറ്റി ഉള്ള നല്ല ഫുഡ് കിട്ടും. അവിടെ കാർഡ് നമ്മൾ എടുക്കണം, എന്നിട്ട് അതിലേക്ക് കഴിക്കാം. നല്ല ഫുഡാണ് ടെർമിനൽ 21 ഫുഡ്. അപ്പോൾ നമ്മൾ റൗണ്ട് ഇങ്ങനെ ബീച്ചിൽ നമുക്കിങ്ങനെ $10 കൊടുത്ത് 10 ബാത്ത് കൊടുത്ത് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ്. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. അപ്പോൾ അവിടുത്തെ നൈറ്റ് ലൈഫും ഫുഡും ബാറും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഡേയും ഞാൻ നിന്ന് നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങി. 3 മണി വരെ ആക്റ്റീവ് തന്നെയാണ്. നൈറ്റ് 3-4 ഒക്കെ ഫുൾ ടൈം ആക്റ്റീവ് തന്നെയാണ്. എല്ലാ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഇഷ്ടം പോലെ വഴി നിൽക്കുന്നുണ്ട് വട്ടവർ. അപ്പോൾ അങ്ങനെ പിന്നെ ഒറ്റ കാര്യമുള്ള പേഴ്സ് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് പിറ്റേ ദിവസം എണീറ്റു. പിന്നെ അവിടെ നിന്ന് പോരാന്ന് വരുമ്പോൾ വെച്ചു. അപ്പോൾ ഞാനൊരു 9 മണിയോടുമ്പോഴേക്കും നമ്മൾ എണീറ്റു റെഡിയായി. അപ്പോൾ തന്നെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോന്നു. ഫൈൻ. അത് കഴിഞ്ഞ് ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് ഈ പറഞ്ഞ പോലെ അവിടുന്ന് 150 ബാത്തിന് നമുക്ക് ടിക്കറ്റ് ഉണ്ട് ബാങ്കോക്കിലേക്ക്. അപ്പോൾ നമ്മളതിൽ കയറി. അതിന് മുമ്പ് അവിടെ നിന്ന് ഫുഡ് കോർട്ടുണ്ട്. അവിടെ നല്ല ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് നേരെ ബസ്സിൽ കയറി. കുറച്ച് നേരം ബസ്സിൽ കയറുമ്പോൾ നമുക്ക് റെസ്റ്റും കൂടിയാണ്. അപ്പോൾ ബാങ്കോക്കിൽ ഫസ്റ്റ് 2 ഡേയ്സിലെ റെസ്റ്റ് നമുക്ക് ബസ്സിൽ വെച്ച് നടക്കും. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെയും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചാകുമ്പോൾ നമ്മൾ ഈ പട്ടായത്തിൽ ക്ഷീണവും കാര്യങ്ങളും നമ്മൾ ബസ്സിൽ ഹാഫ് ഡേ റെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്കതെപ്പോഴും റിക്വയർഡ് ആണല്ലോ. കാരണം നൈറ്റ് ലൈഫൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ടയർഡായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ആരോഗ്യമില്ലാണ്ടൊന്നും നടക്കത്തില്ല. അപ്പോൾ പിന്നെയുള്ളത് പിന്നെ നമ്മളിപ്പോൾ ഞാൻ 1, 2, 3, 4 4th ഡേ ആണ് ഇതിൻ്റെ കേട്ടോ. അപ്പോൾ 4th ഡേ നമ്മളവിടെ എത്തുമ്പോൾ 1 മണിയായി. ബാങ്കോക്കിൽ തിരിച്ചെത്തി. അപ്പോൾ ഞാൻ എമക്കൽ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ റൂം എടുത്തത്. കാരണം ആദ്യത്തെ 2 ദിവസം ഗേഴ്സിൻ്റെ കൂടെയാണ് റൂം എടുത്തത്. ഇപ്പം നമ്മളിത് ഈ ഏരിയ എന്ന് പറയുന്നത് ഷോപ്പിംഗ് സെൻറ്റേഴ്സും ഹാർട്ടായിട്ട് വരും. ഷോപ്പിംഗ് അല്ലെങ്കിൽ ബാങ്കോക്കിൻ്റെ ബിൽഡിങ്സുകളും കാര്യങ്ങളും പിന്നെ സുക്കുമിത്ത് ലൈനും നൈറ്റ് ലൈഫ് നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ റൂം എടുത്തത്. അപ്പോൾ ബാഗ് ഇറങ്ങി അവിടെ കൊണ്ടുവച്ചു. ഞാൻ അപ്പോഴേക്കും ഇറങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ഇറങ്ങിയത് ഞാൻ ഇറങ്ങുമ്പോൾ അടുത്ത എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു എനിക്ക് ഈ MPK, അതായത് സായം സ്ക്വയർ, അതായത് നല്ല ആക്റ്റീവ് ബിസി ഏരിയാസാണ്. മാളുകളും സായം സ്ക്വയറും പിന്നെ എന്തായിരുന്നു സെൻട്രൽ വേൾഡ്, പിന്നെ MPK ഷോപ്പിംഗ് സെൻറ്റർ, പിന്നെ പ്രട്ടൂനാം നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ്. അപ്പം നമ്മൾ 1 by 8 MPK സെൻറ്റർ പോയി. പിന്നെ സെൻട്രൽ വേൾഡ് പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ പ്രട്ടൂനാം മാർക്കറ്റ് ആ സൈഡിലേക്ക് പോയി. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ MPK സെൻറ്റർ പോകുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് നടന്ന് ജിം തോംസൺ ഹൗസ് ഉണ്ട്. അതിൻ്റെ പുറത്ത് നിന്ന് കാണാവുന്നൊരു മ്യൂസിയമാണ്. അതും കയറാം. പക്ഷേ ഞാൻ കയറിയില്ല. പുറത്തുനിന്നുള്ള ആർക്കിടെക്ചറൊക്കെ കണ്ടു. സഫിഷ്യൻ നടക്കാവുന്ന വഴിയുള്ളതൊക്കെ കേട്ടോ. അതങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എത്തി. അവിടെ നിന്ന് നമുക്ക് ബോട്ട് കിട്ടും. അവിടുത്തെ ഒരു ബോട്ട് റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടുത്തെ നോർമൽ ബോട്ടുകൾ സ്പീഡ് ബോട്ട് മെഷീൻസ് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് ഈ സാധനം പോകുന്നത്. വലിയ ബോട്ടാണ്. അപ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഞാൻ അവിടെ നിന്ന് കയറി എനിക്ക് ചൈന ടൗണാണ് അടുത്ത് പോകുന്നത്. ചൈന ടൗണിൽ പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിടാൻ മതി, എന്നിട്ട് ഇതിലെ ചെറിയ ഇലക്ട്രിക് ബോട്ട് ഉണ്ടാവും, അതിൽ കയറി നമുക്ക് ചൈന ടൗണിൽ എത്താമെന്ന് പറയും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിൽ കയറി. അതിലത്തെ ട്രാവലിംഗ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനതിൽ കയറിയിട്ട് തിരിച്ച് ഒന്നുകൂടി വന്ന് പിന്നെ ഒന്നുകൂടി പോയി. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഗോൾഡൻ മൗണ്ടിൻ്റെ അടുത്തു നിന്നാണ്. എന്നിട്ട് തിരിച്ച് ഈ MPK സെൻറ്ററിലേക്കുള്ള ഒരു ഈസി വേ ആണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് മിസ് ചെയ്യരുത്. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങി ഈ ചൈന ടൗണിലേക്കുള്ള ഇലക്ട്രിക് ബോട്ടിൽ കയറി തിരിച്ച് ചൈന ടൗണിൻ്റെ ഭാഗത്തേക്ക് എത്തി. ചൈന ടൗണിൽ നമ്മൾ എപ്പോഴും ഒരു 5 മണിയാകുമ്പോഴേക്കും എത്താണ് നല്ലത്. കാരണം നമുക്കതിന് കണക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട്. അപ്പോൾ ചൈന ടൗണിൽ ഞാൻ എത്തി. അപ്പോൾ അവിടെ എത്തി ഒരു 6 മണി നേരത്തെ ഞാൻ
5 മണി കഴിഞ്ഞ് അവിടെ ഒരു 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 ഇത് കൂടിയുണ്ട്, എന്താണ്, ഒരു ടെമ്പിളും കൂടിയുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പേര്, ട്രൈമിറ്റ് എന്നുണ്ട്. ട്രൈമിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്, അത് കാണാൻ ചൈന ടൗൺ ഉണ്ട്. ചൈന ടൗണിൽ മെയിനായിട്ട് ഫുഡ് സ്ട്രീറ്റ് തന്നെ, നൈറ്റ് സ്ട്രീറ്റ്. അതൊരു 6 o'clock ആകുമ്പോഴേക്കും ലൈറ്റൊക്കെ ആ ഒരു നേരത്തെ എത്താണ് നല്ലത്. അപ്പോൾ ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നടക്കുക. അതായത് ഈ ചൈന ടൗണിൽ നിന്ന് നമുക്ക് ഈ റിവർ സൈഡ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. റിവർ സൈഡ് അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ തൊട്ട് തന്നെ നമുക്ക് ഫെറി ഉണ്ട്. ഇതൊന്നും ആർക്കും അറിയില്ല അധികം. അപ്പോൾ നമ്മളത് എക്സ്പ്ലോർ ചെയ്യുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ തൊട്ട് തന്നെ നടക്കാവുന്ന ദൂരത്തിൽ ഫെറി ഉണ്ട്. ഈ ഫെറി കടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുന്നത്, എന്താ അതിൻ്റെ പേര്, റിവർ സൈഡ്. അത് തന്നെ, റിവർ സൈഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. റിവർ സിറ്റി ബാങ്കോക്ക്. ഇപ്പോൾ നമ്മളത് ഈ ഫെറിയിൽ നമുക്ക് വരുന്ന 5 രൂപ 10 രൂപ വരുന്നു, 10 താഴെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിലിരുന്ന് ഇതിൻ്റെ ഈ റിവർ സൈഡ് ബാങ്കോക്കിൻ്റെ അതിൻ്റെ കാര്യങ്ങളും നൈറ്റിലുള്ള എന്താ പറയുക ക്രൂയിസുകളും, അപ്പോൾ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് പൈസ കൊടുത്ത് വേറെ 200-300 ബാത്ത് കൊടുത്ത് പോകേണ്ടി, ഫെറിയിലാകുമ്പോൾ നമുക്ക് 5 രൂപ 10 രൂപത്തിന് പോയി വരാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫെറി യൂസ് ചെയ്ത് ചൈന ടൗണിൽ നിന്ന് നേരെ റിവർ സൈഡ് കിടക്കാം. ആ മാള് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഫ്രണ്ടിൽ 8 മണി നേരത്ത് ബാക്കിൽ ഫൗണ്ടൻ ഷോ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ വീണ്ടും ഇതുണ്ട്. അപ്പോൾ നമ്മളൊരു ഈവനിങ് സമയത്ത് ഒരു 6 മണിക്ക് നേരത്തെ എത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബോട്ട് റൈഡ് എടുക്കാം, ഫെറി റൈഡ് എടുക്കാം. അത് വളരെ ചിലവ് കുറവാണ്. അതായത് ഈ പറഞ്ഞ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടേക്ക് ആ കനാലിൽ പുഴയിൽ കൂടെ റൈഡ് എടുക്കുക, ഫെറി റൈഡ്. അപ്പോൾ അതിനധികം ചിലവ് വരത്തില്ല. നമ്മൾ പ്രൈവറ്റ് ക്രൂയിസ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 200-300 ബാത്തൊക്കെ എടുക്കും. ഇതാകുമ്പോൾ നമുക്ക് 20-30 ബാത്തിന് പോയി വരാം. അപ്പോൾ അത് ഫെറി നേരത്തെ ക്ലോസ് ചെയ്യും, 7 മണിക്ക് മുമ്പ് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു 6 മണി നേരത്തൊക്കെ എത്താതെ ഞാൻ പറഞ്ഞൊരു 5 മണി ആകുമ്പോഴേക്കും ചൈന ടൗൺ കവർ ചെയ്ത് ഫെറി എടുത്ത് ഈ മാളിൽ വന്ന് മാളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് 6:30 ആകുമ്പോഴേക്കും ഈ പറഞ്ഞ ബോട്ട് ഫെറി എടുത്ത് ഈ പറഞ്ഞ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ വരെ സൈഡ്. അപ്പം നമുക്ക് നൈറ്റ് വ്യൂവിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു റിവർ സൈഡ് വ്യൂ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് പോരുക. തിരിച്ച് ഇതേപോലെ നമ്മൾ ഈ പറഞ്ഞ റിവർ സിറ്റി ബാങ്കോക്കിൻ്റെ അവിടേക്ക് തന്നെ വരിക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. മാളിൽ നല്ല ഫുഡ് കോർട്ട് ഉണ്ട് ഉള്ളിൽ. അപ്പോൾ നല്ല അത് എക്സ്പ്ലോർ ചെയ്യും, ഫോട്ടോസൊക്കെ എടുക്കാം. താഴത്തെ ഫ്ലോർ നല്ലൊരു ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞൊരു 8 മണി ഞാൻ തിരിച്ച് പോകുന്നപ്പോൾ ഒരു 9 മണി ആയിട്ടുണ്ട്. 9 മണിയായപ്പോൾ ഞാൻ മാപ്പ് നോക്കിയപ്പോൾ ബസ് കുറേ വഴിയുണ്ട്. അപ്പോൾ ഫെറി ഇനി കാണിക്കുന്നത്. അപ്പോൾ അവിടെ വേറെ ഫെറി ഉണ്ട്. ആ ഫെറി കയറി നമ്മൾ തിരിച്ച് ഈ പറഞ്ഞ പോലെ ചൈന ടൗൺ ഭാഗത്തേക്ക് കടക്കൽ തന്നെയാണ്. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ നേരിട്ട് ബസ് ഉണ്ട് MBKയിലേക്ക്. അതിൽ ആ നമ്പർ ബസ് നോക്കി കയറുക. ആപ്പിൽ നോക്കി ചെയ്യാൻ പാടില്ല. ലോക്കൽ ആൾക്കാരോടൊന്നും പറഞ്ഞവർ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം നമ്മൾ ടൂറിസ്റ്റ് ആണെങ്കിൽ അവർ നമ്മൾ കാശ് ടാക്സി വിളിച്ച് പോകാനേ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഒരു കോൺഫിഡൻസിൽ ആപ്പ് നോക്കി തന്നെ നമ്മൾ മാനേജ് ചെയ്യുക. പിന്നെ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുമ്പോൾ ടാക്സി വിളിക്കുക. വാട്ടവർ ലോക്കലി അധികം സപ്പോർട്ട് ചെയ്യാൻ കിട്ടുമെന്ന് വിചാരിക്കേണ്ട. കാരണം അവർ നമ്മുടെ ടൂറിസ്റ്റുകൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ബസ്സിൽ നോക്കി ബസ് നമ്പർ നോക്കി അത് നോക്കി കയറുക. സമയമൊക്കെ നമുക്ക് അറിയപ്പെടും. അവർ എത്ര സമയത്തിനുള്ളിൽ വരും അതൊക്കെ ആപ്പിൽ തന്നെ കാണിക്കും. അപ്പോൾ അത് അങ്ങനെ കയറി ഞാൻ തിരിച്ച് പിന്നെയുള്ളത് സുഖുംവിത്ത് ലൈൻ. അതായത് നമ്മൾ ബാങ്കോക്കിലെ നൈറ്റ് ലൈഫിൻ്റെ അടുത്തൊരു ഏരിയയാണ് സുഖുംവിത്ത് ലൈൻ എന്ന് പറയുന്നത്. അത്രയും കോസ്റ്റ്ലി ഏരിയയാണ്. മറ്റേ കൗസൺ റോഡ് പോലെയല്ല, കുറച്ചും കൂടി പോഷ് ഏരിയയാണിത്. അപ്പോൾ അവിടുത്തെ ആ റോഡ് MBK തൊട്ട് ഈ പറഞ്ഞ പോലെ ഈ സയാം പിന്നെന്താ സോക്ക് അവിടെ വരെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ തന്നെ ഈ നൈറ്റ് ലൈഫും ബാറുകളും സ്ത്രീകളും ഈ പറഞ്ഞ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവരൊക്കെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ രസമുള്ള പരിപാടിയാണ്. പലതരം ആൾക്കാരുണ്ട്. അവർ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 1,500 പ്ലസ് റൂം അങ്ങനെയൊക്കെയാണ്. 2,000 താഴെയൊക്കെയാണ് അവർ ഈ ഭാഗത്ത് റേറ്റ് വരുന്നത്. കൗസൺ റോഡാകുമ്പോൾ കുറച്ചും കൂടി പട്ടായിൽ കുറച്ചും കൂടി ചീപ്പാണ്. 1,000 പ്ലസ് 1,300 റൂം, 1,300 റൂമാകുമ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ റേറ്റ് പറയുന്നത്. പിന്നെയുള്ളത് അപ്പോൾ ആ നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ഇപ്പോൾ തിരിച്ച് ഞാൻ റൂമിലെത്തിയപ്പോൾ ഇതേപോലെ 1 o'clock ഒക്കെ ആയി. പിന്നെ നൈറ്റിലും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല അടുത്താണ്, അധികം ദൂരമില്ല. ഞാൻ അങ്ങനെയാണ് റൂം ബുക്ക് ചെയ്തത് അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെയുള്ളത് നെക്സ്റ്റ് ഡേ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പോകാൻ ഏൻഷ്യൻ സിറ്റിയാണ്. ഏൻഷ്യൻ സിറ്റിക്കും ഈ സുഖുംവിത്ത് ഭാഗത്തുനിന്ന് പോകാൻ എളുപ്പം. അപ്പോൾ നേരെ ഞാൻ MRT പിടിച്ചു. MRT പിടിച്ച് ലാസ്റ്റ് സ്റ്റോപ്പായ കേഹായിൽ പോയി ഇറങ്ങി. അവിടെ നിന്ന് ഇതേപോലെ ഷെയർ ടാക്സി ഉണ്ട്. അതിൽ 10 ബാത്ത് കൊടുത്താൽ ഏൻഷ്യൻ സിറ്റിയുടെ മുമ്പിൽ ഇറങ്ങാം. അപ്പോൾ കോസ്റ്റ്ലി അല്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു ജേണി ആയിരുന്നു അത്. ഞാൻ ഏൻഷ്യൻ സിറ്റി കയറി
ഞാൻ സൈക്കിൾ എടുത്തു. കാരണം ടിക്കറ്റ് ഇതേപോലെ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചീപ്പാണ്. അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്തു. സൈക്കിളിന് വേറെ ടിക്കറ്റ് എടുക്കണം. 100 ബാത്ത് പോട്ടെ, അതിന് വേറൊരു റേറ്റ് ഉണ്ട്. അപ്പോൾ അത് സൈക്കിളെടുത്ത് കറങ്ങുമ്പോൾ നമുക്ക് എല്ലാ ചെറുവഴികളിലും പോകാം. പിന്നെ സിംഗിളാണ്, 2 പേരാകുമ്പോൾ ട്രാം എടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളും എടുക്കാം, അതും മോട്ടറുണ്ട്. സൈക്കിളാണ് എനിക്ക് ഇത്രയും കൺവീനിയൻറ്റ് അത്രേ ആവശ്യമുള്ളൂ എന്ന് തോന്നി. അപ്പോൾ ഞാൻ അവിടുത്തെ മൊത്തം മാപ്പ് നോക്കി കറങ്ങി തിരിച്ച് പോകുന്നു. അത് 2 മണി വരെ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നല്ല ചൂടാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല രസമായിട്ട് ഏരിയാസ് കവർ ചെയ്യാനുണ്ട്. അതിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സും, പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. അത് മിസ്സാവാത്തതാണ്. എലിഫൻറ്റ് റൈഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വെള്ളത്തിൽ കൂടെ പോകും. അതായത് ആനയുടെ തല മാത്രമേ കാണുള്ളൂ മുകളിലിരിക്കുന്നവർ, ബാക്കിയൊക്കെ വെള്ളത്തിനടിയില്ല. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഏൻഷ്യൻ സിറ്റിയിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. പിന്നെ ഏൻഷ്യൻ സിറ്റിയിൽ നല്ലത് ടെമ്പിൾസ് ഉണ്ട്, 2-3-4 നല്ല ടെമ്പിൾസ് ഉണ്ട്. അതാണ്. പിന്നെ കുറേ ഏരിയാസിൽ അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കാണാൻ രസമാണ്, ഫോട്ടോസൊക്കെ എടുക്കാം. ഗുഡ്. അത് കഴിഞ്ഞ് അത് എക്സ്പ്ലോർ ചെയ്ത് ഞാൻ തിരിച്ച് ഇതേപോലെ തന്നെ അവിടെ നിന്ന് 10 ഭാഗത്ത് കൊടുത്ത് മെട്രോ സ്റ്റേഷനിൽ വന്ന് മെട്രോയിൽ കയറി തിരിച്ചു പോകുന്നു. അതായത് അന്ന് രാത്രി ട്രെയിനാണ്. അപ്പോൾ ഞാൻ 2 മണി കഴിഞ്ഞു. അതേപോലെ അപ്പം വീണ്ടും ഞാനൊരു MPK ഏരിയ ഒന്ന് കവർ ചെയ്യാന്നുള്ള രീതിയിൽ വീണ്ടും അവിടുത്തെ മാൾസിലും കാര്യങ്ങളൊക്കെ തോന്നി, ഒന്ന് ചെറിയ ഷോപ്പിംഗ് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞൊരു 3 മണി 4 മണിയോടുകൂടി തിരിച്ച് റൂമിലെത്തി. ഞാൻ ഓൾറെഡി വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാലത്ത്. പക്ഷേ ഞാൻ ചോദിച്ചു, ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തോട്ടെ, ഒരു ടേക്ക് ബാത്ത് ചെയ്തോട്ടെ. അപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി, ബാഗ് എടുത്ത് ഇറങ്ങി. അപ്പോൾ നേരെ MRT കയറി നിയറസ്റ്റ് ആയിട്ടുള്ള DMK സ്റ്റേഷൻ്റെ അടുത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള MRTയിൽ ഇറങ്ങി. പിന്നെ അവിടുന്ന് ബസ്സിൽ കയറി എയർപോർട്ടിലെത്തി സുഖമായിട്ട് അവിടുന്ന് കയറിപ്പോന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 6 days 5 nights ജേർണി. പക്ഷേ എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ പോലെ, അൺപ്ലാൻഡ് ആണെങ്കിലും പ്ലാൻഡ് ആയ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ടൈം യൂട്ടിലൈസ് ചെയ്ത് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്കൊരു ചിലവായതൊരു 21 ഫ്ലൈറ്റിനും പിന്നെ ഒരു 21 പിന്നെ ബാക്കി അത് ടോട്ടൽ ഒരു 50K തന്നെയാണ് എനിക്ക് ചിലവായത് 6 nights-നും. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് നല്ല ഇതിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒരു 50Kയുടെ താഴെ ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ്സ്, സ്റ്റേ, ടിക്കറ്റ് റേറ്റ്സ് ഇതെല്ലാം കൂടി വരും. ഈ ടിക്കറ്റ് റേറ്റ്സ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഏൻഷ്യൻ സിറ്റി സഫാരി വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ടിക്കറ്റുകൾ നല്ല റേറ്റ് ഉണ്ട്. 700 800 ആ റേറ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 50K വന്നിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ തിങ്ക് ഇത് എപ്പോഴും ഉപകാരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗുഡ്, താങ്ക്സ്.